ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്ന് പറയുന്ന ഓർഗാനിക് കെമിസ്ട്രിയിലെ ആദ്യത്തെ ചാപ്റ്റർ. മക്കളെ, നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, സോ ആകെ 9 ചോദ്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ളത്. അപ്പോൾ അത് ഓരോ ക്വസ്റ്റ്യൻസും നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ ബോർഡ് എക്സാമിന് അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, യെസ്. സോ അങ്ങനെയാണെങ്കിൽ ഏതാ മക്കളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഇതാ ഈ ചാപ്റ്ററിൽ വരുന്നത് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ അല്ല, ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി അതിൽ തന്നെ സൊല്യൂഷൻ ഉണ്ട്, അതിലെൻ്റെ ആവശ്യം നിങ്ങൾക്ക് വരില്ല. റെഡിയാണേ? സോ അങ്ങനെയാണ് നോക്കിക്കോളുക. റൈറ്റ് സ്ട്രക്ചേഴ്സ് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്. 6.1 ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിൽ ഒന്നാമത്തെ കൊടുത്തത് 2-chloro-3-methyl pentane. അപ്പൊ നിങ്ങൾ ആദ്യം പാരന്റ് കാർബൺ ചെയിനാണ് മനസ്സിലാക്കേണ്ടത്. പെന്റാണ്, എയിനാണ് എന്ന് പറഞ്ഞാൽ 5 കാർബണും അതിനിടയിൽ സിംഗിൾ ബോണ്ടുമാണ് കാർബൺ സ്കെലിട്ടൺ. അപ്പൊ നമുക്ക് ആദ്യം അത് തന്നെ വരച്ചു നോക്കാം. കാർബൺ സ്കെലിട്ടണിൽ 5 കാർബൺ ആറ്റങ്ങളാണ്, അതിനിടയിൽ സിംഗിൾ ബോണ്ടാണ്. സോ 1 2 3 4 5. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? സെക്കൻഡ് പൊസിഷനിൽ ക്ലോറോയും തേർഡ് പൊസിഷനിൽ മീഥൈലും ഉണ്ട്. സോ 2-chloro-3-methyl pentane എന്നാ പറഞ്ഞത്. അപ്പോൾ നോക്കിക്കോ, സെക്കൻഡ് പൊസിഷനിൽ ക്ലോറോ കൊടുത്തു, തേർഡ് പൊസിഷനിൽ മീഥൈൽ കൊടുത്തു. ഇത്രയേ ഉള്ളൂ. ബാക്കി ഹൈഡ്രജൻ ആഡ് ചെയ്ത് വാലൻസി കംപ്ലീറ്റ് ചെയ്താൽ മതി. സോ ഇറ്റ് ഈസ് CH3. കാർബണിൻ്റെ വാലൻസി 4 ആണ് നിങ്ങൾക്കറിയാം. സോ CH 3 ബോണ്ട് ഉള്ളത് കൊണ്ട് ഒരു ഹൈഡ്രജൻ കൊടുത്തു CH. അടുത്ത കാർബണിൽ CH2 വേണം, അടുത്ത കാർബണിൽ CH3 വേണം. റെഡിയാണ്? സോ ഫസ്റ്റ് സ്ട്രക്ചർ ആയി കഴിഞ്ഞു. രണ്ടാമത്തത് നോക്കുക മക്കളെ, രണ്ടാമത്തത് നോക്കാം. ഒന്നാമത്തെ നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തത് 1-chloro-4-ethyl cyclohexane ആണ്. നോക്കണേ, എന്താണ് 1-chloro-4-ethyl cyclohexane. അപ്പോൾ പാരന്റ് കാർബൺ റിംഗ്, പാരന്റ് കാർബൺ സ്കെലിട്ടൺ ഒരു റിംഗ് ആണ്. ഏത് റിംഗാ? സൈക്ലോഹെക്സൈൻ എന്ന് പറയുന്ന റിംഗ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് അതങ്ങ് വരയ്ക്കാം. ആര്? സൈക്ലോഹെക്സൈൻ അങ്ങ് വരച്ചേക്ക്. സൈക്ലോഹെക്സൈൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സഗൺ വരച്ചാൽ സൈക്ലോഹെക്സൈൻ ആയി കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? സൈക്ലോഹെക്സൈനിൽ ഒന്നാമത്തെ പൊസിഷനിൽ ക്ലോറോ, നാലാമത്തെ പൊസിഷനിൽ ഈഥൈൽ. റെഡി? സോ ഒന്നാമത്തെ പൊസിഷൻ റിംഗിൽ ഇവിടെ ഞാൻ ക്ലോറോ എന്ന് കൊടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നാലാമത്തതിലാണ് ഈഥൈൽ. 1 2 3 4 5 6. നാലാമത്തെ പൊസിഷനിൽ ഈഥൈൽ കൊടുത്തേക്ക്. എന്താ ഈഥൈൽ എന്ന് പറഞ്ഞാൽ? CH2 CH3. റെഡിയാ? സോ അയാളുടെ സ്ട്രക്ചറും നമുക്ക് കിട്ടി. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് വന്നോടാ മക്കളെ. ഏതാ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുവാണെങ്കിൽ 4-tert-butyl 3-iodoheptane. എന്താ കോമ്പൗണ്ടിന്റെ പേര് പറഞ്ഞേ? 4-tert-butyl 3-iodoheptane. അപ്പോൾ പാരന്റ് കാർബൺ സ്കെലിട്ടണിൽ 7 കാർബണാണ് വേണ്ടത്. പാരന്റ് കാർബൺ സ്കെലിട്ടണിൽ 7 കാർബൺ. 1 2 3 4 5 6 7 2 4 6 7 2 4 6 7. അതിൽ നാലാമത്തെ പൊസിഷനിൽ ടേർട്ട് ബ്യൂട്ടൈലും മൂന്നാമത്തതിൽ അയഡോയും ഉണ്ട്. അപ്പോൾ 1 2 3. മൂന്നാമത്തെ പൊസിഷനിൽ അയഡോ ഉണ്ട്, നാലാമത്തെ പൊസിഷനിൽ ടേർട്ട് ബ്യൂട്ടൈൽ ഉണ്ട്. എന്താ അത്? ടേർട്ട് ബ്യൂട്ടൈൽ എന്ന് പറഞ്ഞാൽ CH3 thrice C എന്നാണ്. CH3 thrice C. ഈ ഗ്രൂപ്പിന്റെ പേരാണ് ടേർട്ട് ബ്യൂട്ടൈൽ. ടെറിഷറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പാണ്. ബാക്കി ഹൈഡ്രജൻ ആഡ് ചെയ്ത് വാലൻസി കംപ്ലീറ്റ് ചെയ്തേക്ക്. സോ CH3 CH2 CH, ഇവിടെയും CH, ഇവിടെ CH2 അല്ലേ? CH2 CH3. റെഡിയാ? സോ ആൻസർ ആയി കഴിഞ്ഞു. റെഡിയാ മക്കളെ? അപ്പൊ അടുത്തതിലേക്ക് വന്നോളൂ നിങ്ങൾ. എന്താ അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ? എന്താ? 1,4-dibromobutadiene. 1,4-dibromobutadiene. ഞാൻ സൂം ചെയ്യാ. 1,4-dibromobutadiene ആണ്. സോ വരയ്ക്കാൻ പോവാണേ. 1,4-dibromobutadiene. ബ്യൂട്ടിറ്റൂയിൻ എന്ന് പറയുമ്പോൾ 4 കാർബണുള്ള സ്കെലിട്ടൺ ആണെന്ന് മനസ്സിലായി. പാരന്റ് കാർബൺ സ്കെലിട്ടൺ 4 കാർബൺ. രണ്ടാമത്തെ പൊസിഷനിൽ ഈനുണ്ട്. സോ ബ്യൂട്ടിറ്റൂയിൻ. 1-ലും 4-ലും ബ്രോമോ. 1,4-dibromobutadiene. ബാക്കി ഹൈഡ്രജൻ ആഡ് ചെയ്ത് വാലൻസി കംപ്ലീറ്റ് കരോ. 2 ബോണ്ടായി ഒന്നാമത്തെ കാർബണിൽ. അപ്പോൾ 2 ഹൈഡ്രജൻ കൊടുത്ത് വാലൻസി കംപ്ലീറ്റ് ചെയ്യുക. അടുത്ത കാർബണിൽ 3 ബോണ്ട് ഉണ്ട്, അപ്പോൾ 1 ഹൈഡ്രജൻ മതി. അടുത്ത കാർബണിൽ 3 ബോണ്ട് ഉണ്ട്, 1 ഹൈഡ്രജൻ മതി. അടുത്തതിൽ 2 ഹൈഡ്രജൻ. റെഡിയാ? സോ സ്ട്രക്ചർ ആയി കഴിഞ്ഞു. റെഡി മക്കളെ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാൻ പോവാണ് ഞാൻ. എന്താ അത്? 1-bromo-4-sec-butyl 2-methyl benzene. ഞെട്ടണ്ട. എന്താ?
1 ബ്രോമോ 4 sec butyl 2 methyl benzene. അപ്പോൾ പാരന്റ് കാർബൺ സ്കെലിറ്റൺ ബെൻസീൻ റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ബെൻസീൻ റിംഗ് അങ്ങ് വരച്ചേക്കണം. ബെൻസീൻ റിംഗ് അങ്ങ് വരച്ചേക്കും മക്കളെ. ഇതാ ബെൻസീൻ റിംഗ് വരച്ചു. റെഡി? ഇനി എന്താ വേണ്ടത്? ഏതൊക്കെ പൊസിഷനിൽ ഏതൊക്കെ സൈഡ് ഗ്രൂപ്പുകളാണ്? 1 ബ്രോമോ 4 sec butyl 2 methyl. ഓക്കെ, 1 ഒന്നാമത്തെ പൊസിഷൻ ഞാൻ ഇതെടുത്തു. അങ്ങനെയാണ് 1 ബ്രോമോ കൊടുത്തു. നമ്പർ ചെയ്താൽ 1 2 3 4 5 6. സെക്കൻഡ് പൊസിഷനിൽ മീത്തൈൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏതാ നാലാമത്തെ പൊസിഷനിൽ? സെക്കൻഡ് പൊസിഷനിൽ മീത്തൈൽ ഉണ്ട്. 2 methyl 1 ബ്രോമോ 4 sec butyലാണ്. നാലാമത്തെ പൊസിഷനിൽ സെക് ബ്യൂട്ടൈൽ. എന്താ സെക് ബ്യൂട്ടൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ? നേരത്തെ തേർഡ് ബ്യൂട്ടൈൽ ഗ്രൂപ്പ് പറഞ്ഞ പോലെ സെക് ബ്യൂട്ടൈൽ ഗ്രൂപ്പ് നാലാമത്തെ പൊസിഷനിൽ കൊടുക്കാൻ പോവുകയാണ്. ഏതാ സെക് ബ്യൂട്ടൈൽ എന്ന് പറഞ്ഞാൽ? ഇതാണ്. യെസ്, ദിസ് ഗ്രൂപ്പ് is called secondary butyl group or sec butyl group. റെഡിയാ? CH ഇപ്പുറത്ത് CH3 ഇപ്പുറത്ത് ഈഥൈൽ ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിനെ മൊത്തമായിട്ട് നമുക്ക് വിളിക്കാം സെക്കൻഡറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് ഓർ സെക് ബ്യൂട്ടൈൽ ഗ്രൂപ്പ്. സോ 4 സെക് ബ്യൂട്ടൈൽ 2 മീത്തൈൽ 1 ബ്രോമോ ഉള്ള ബെൻസീൻ ആണ് വരച്ചിട്ടുള്ളത്. സോ മക്കളെ, അപ്പോൾ 6.1 എന്ന് പറയുന്ന ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ ആണ്. അതിൽ 5 ചോദ്യങ്ങളുടെയും സൊല്യൂഷനാണ് ഞാൻ ചെയ്തിട്ടുള്ളത് മക്കളെ. സോ നമുക്ക് നെക്സ്റ്റ് 6.2ലേക്ക് പോകാം. 6.2. സോ ഈ ഒരു പേജിൽ ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഇല്ല, തിയറിയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ എക്സാമ്പിളാണ് വരുന്നത്. എക്സാമ്പിൾ അതിൻ്റെ സൊല്യൂഷൻ അടക്കം NCERT കൊടുത്തിട്ടുണ്ട്. യെസ്, ദ ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്തത് വരുന്ന മക്കളെ ദ 6.2 6.3 6.4 6.5. 6.2 6.3 6.4 6.5. അതിൽ ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തത് why is sulfuric acid not used during the reaction of alcohol with Ki? മക്കൾ, അതിനുള്ള കാരണം Ki contains iodide ion. സൾഫ്യൂരിക് ആസിഡ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, സൾഫ്യൂരിക് ആസിഡ് ഇസ് എ മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് ഇറ്റ് ക്യാൻ ഓക്സിഡൈസ്. സൾഫ്യൂരിക് ആസിഡ് അയോഡൈഡിനെ അയോഡിനായിട്ട് ഓക്സിഡൈസ് ചെയ്യും. സൾഫ്യൂരിക് ആസിഡ് ഓക്സിഡൈസസ് അയോഡൈഡ് ടു അയോഡിൻ. അയോഡൈഡിനെ അയോഡിനായിട്ട് ഓക്സിഡൈസ് ചെയ്യും സൾഫ്യൂരിക് ആസിഡ്. സ്വാഭാവികമായിട്ടും സൾഫ്യൂരിക് ആസിഡ് SO2 ആയിട്ട് റെഡ്യൂസ് ആവുകയും ചെയ്യും. സോ നമ്മുടെ പോയിന്റ് ഇതാണ്, സൾഫ്യൂരിക് ആസിഡ് ഒരു ഓക്സിഡൈസിങ് ഏജന്റും അയോഡൈഡ് നല്ലൊരു റെഡ്യൂസിങ് ഏജന്റുമാണ്. സോ അയോഡൈഡ് എളുപ്പം അയഡിനായി പോകും എന്നുള്ളത് കൊണ്ട് സൾഫ്യൂരിക് ആസിഡ് നമുക്ക് ഈ ഒരു റിയാക്ഷൻ എന്തിനാ KI ആയിട്ട് നമ്മൾ ആൽക്കഹോളിനെ ട്രീറ്റ് ചെയ്യുന്ന എന്തിനാ? ആൽക്കൈൽ അയോഡൈഡ് പ്രിപ്പയർ ചെയ്യാനാണ്. അപ്പോൾ അയോഡൈഡ് ഉണ്ടെങ്കിലേ അത് സാധ്യമാവുള്ളൂ. സോ ആൽക്കൈൽ അയോഡൈഡ് ഫോർമേഷൻ സാധ്യമല്ലാത്ത അവസ്ഥ ഉണ്ടാവും. സോ അയോഡൈഡ് ഫോർമേഷൻ ഹാപ്പൻ ചെയ്യില്ല. ആൽക്കൈൽ അയോഡൈഡിനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എന്തുകൊണ്ട്? ബിക്കോസ് സൾഫ്യൂരിക് ആസിഡ് ഓക്സിഡൈസസ് iodide to iodine. So availability of iodide ion or the nucleophile decreases. Ready? Iodide in the availability decrease ചെയ്യുന്നത് കൊണ്ടാണ് ആ റിയാക്ഷൻ സാധ്യമല്ലാതെ വരുന്നത്. നെക്സ്റ്റ്, write structures of different dihalogen derivatives of propane. Write structures of different dihalogen derivatives of propane. പ്രൊപ്പൈൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡൈഹാലജൻ ഡെറിവേറ്റീവ്സ് എഴുതാനാണ്. ഇപ്പം ഇതിൽ ഏതെങ്കിലും ഒരു ഹാലജൻ നമുക്ക് ഫിക്സ് ചെയ്യാം കേട്ടോ. ക്ലോറിനോ ബ്രോമിനോ ആരെങ്കിലുമൊക്കെ ഫിക്സ് ചെയ്യാം. മക്കളെ ഇത്രയേ ഉള്ളൂ. ആരാ പ്രൊപ്പൈൻ? പ്രൊപ്പൈൻ എന്ന് പറഞ്ഞാൽ CH3 CH2 CH3 ആണ് പ്രൊപ്പൈൻ. ഇതിൻ്റെ ഡൈഹാലജൻ ഡെറിവേറ്റീവ്സ് ആണ്. അതായത് 2 ഹാലജൻ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഹൈഡ്രജനെ മാറ്റുക, ഹാലജനെ കൊടുക്കുക. അപ്പോൾ ഏതൊക്കെ ഓപ്ഷൻ? ഈ കാർബണിന്റെ മുകളിൽ തന്നെ 2 ഹാലജൻ കൊടുക്കാം. അപ്പോൾ എന്താ ഫോർമുല വരിക? CH3. ശ്രദ്ധിക്കണേ, അപ്പോൾ വരാൻ പോകുന്ന ഫോർമുല CH3 CH2 CH. അതിൽ 2 ഹാലജനെ കൊടുക്കാൻ പോവുക. ഹൈഡ്രജന് പകരം 2 ഹാലജൻ കൊടുത്തു. ഇതൊരു ഡൈഹാലജൻ ഡെറിവേറ്റീവ് ആണ്. എക്സ് എന്ന് പറയുന്നത് ക്ലോറിനോ ബ്രോമിനോ അയഡിനോ ഒക്കെ ആവാം. ഇനി മക്കളെ, ഈ ഒന്നാമത്തെ കാർബണിൽ 2 ഹാലജനെ കൊടുക്കുന്നതിന് പകരം ഉള്ളിലുള്ള കാർബൺ രണ്ടാമത്തെ കാർബണിൽ 2 ഹാലജനെ കൊടുക്കാം. അത് മറ്റൊരു സ്ട്രക്ചറാണ്. കാരണം
എന്തുകൊണ്ടാണ് ഇത് ഡിഫറെൻറ്റ് സ്ട്രക്ചറാന്ന് പറയാനുള്ള കാരണം രണ്ടും രണ്ട് പേരാണ്. ഇവിടെ രണ്ടാമത്തെ കാർബണിൽ ഹാലജൻ വന്നാൽ 2,2 ഡൈഹാലോ പ്രൊപ്പൈൻ എന്ന പേര്. എന്നാൽ ഒന്നാമത്തെ കാർബണിൽ 2 ഹാലജൻ വന്നാൽ ദാറ്റ് ഈസ് 1,1 ഡൈഹാലോ പ്രൊപ്പൈൻ. സോ ദീസ് ടു ആർ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ്. These two are different structures. Why? Because they have different names. വ്യത്യസ്തങ്ങളായിട്ടുള്ള പേരുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള സ്ട്രക്ചർ ആണെന്ന് മക്കൾ മനസ്സിലായിക്കോളൂ. ഇനി മക്കളെ ഈ കാർബണിന്റെ മുകളിൽ 2 ഹാലജൻ കൊടുത്താലോ, ഈ കാർബണിന്റെ മുകളിൽ ഹൈഡ്രജനെ മാറ്റി 2 ഹാലജൻ കൊടുത്താൽ അത് ഇതിന് ഇക്വലന്റ് ആണ്, 1,1 ഡൈഹാലോ പ്രൊപ്പൈൻ തന്നെയാണ്. അപ്പൊ അത് വരയ്ക്കേണ്ട കാര്യമില്ല. റെഡിയാ? അപ്പോ ഇതിന്റെ പേര് ഇപ്പൊ വരച്ചതിന്റെ പേരാ ജം ഡൈഹാലൈഡ്. ഒരേ കാർബണിന്റെ മുകളിൽ 2 ഹാലജൻ വരുന്ന ജം ഡൈഹാലൈഡ് കഴിഞ്ഞു. ഇനി അടുത്ത പോസിബിലിറ്റി എന്താണ്? ശ്രദ്ധിക്കുക, ഒരു ഹാലജൻ ഈ കാർബണിലും ഒരു ഹാലജൻ ഈ കാർബണിലും കൊടുക്കും. ഒന്നാമത്തെയും രണ്ടാമത്തെയും കാർബണിന്റെ മുകളിൽ ഹാലജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അടുത്ത സ്ട്രക്ചർ പോസിബിൾ CH3 CHX CH2X, CH3 CHX CH2X. ഒന്നാമത്തെയും രണ്ടാമത്തെയും കാർബണിൽ ഓരോ ഹാലജൻ കൊടുക്കാം. അടുത്തത് ഇവിടെയും കൊടുത്താൽ അത് 1ഉം 2ഉം തന്നെയാണ്. ഇനി ഒന്നാമത്തെയും മൂന്നാമത്തെയും കാർബണിൽ ഓരോ ഹാലജനെ കൊടുക്കാം. അപ്പൊ എത്ര ഡൈഹാലജൻ ഡെറിവേറ്റീവ്സാ കിട്ടി? CH2X CH2 CH2X. അപ്പൊ മക്കളെ ടോട്ടല് 4 ഡൈഹാലജൻ ഡെറിവേറ്റീവ്സ് ആണ് പ്രൊപ്പൈന് ഉള്ളത്. റെഡിയാ? യെസ്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് വന്നാൽ റൈറ്റ് ദ സ്ട്രക്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ഡൈഹാലജൻ ഡെറിവേറ്റീവ്സ് ഓഫ് പ്രൊപ്പൈൻ. 4 ഡൈഹാലജൻ ഡെറിവേറ്റീവ്സ് ആണ് പ്രൊപ്പൈനുള്ള, 4ഉം വരച്ചു വെച്ചിട്ടുണ്ട്. സോ മക്കളെ അടുത്തയിലേക്ക് വന്നു. എമംഗ് ഐസോമറിക് ആൽക്കെയിൻസ് ഓഫ് മോളിക്കുലാർ ഫോർമുല C5H12. അല്ല, C5H12 എന്ന് പറഞ്ഞാൽ CnH2n+2, that is pentane. Identify the one that on photochemical chlorination yields a single monochloride, 3 isomeric monochlorides, 4 isomeric monochlorides. ഇതാണ് ചോദ്യം. 3 ഐസോമറിക് മോണോക്ലോറൈഡ്സിനെ തരുന്ന ആളാര്, 4 ഐസോമറിക് മോണോക്ലോറൈഡ്സിനെ തരുന്നത് ആര്, ഒരൊറ്റ സിംഗിൾ മോണോക്ലോറൈഡിനെ തരുന്ന ആള് ആര് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ മക്കളെ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. നിങ്ങളോട് ആൽക്കെയിൻ്റെ സ്ട്രക്ചറാണ് ഐസോമറിക് ആൽക്കെയിൻസ് ഓഫ് മോളിക്കുലാർ ഫോർമുല C5H12. C5H12 എന്ന് പറഞ്ഞാൽ പെൻറ്റെയിൻ ആണ്. പെൻറ്റെയിൻ മക്കൾ ശ്രദ്ധിച്ചോ, പെൻറ്റെയിൻ എന്ന് വരച്ചു തരാം. പെൻറ്റെയിൻ C5H12 എന്ന് പറഞ്ഞാൽ പെൻറ്റെയിൻ ആണ്. പെൻറ്റെയിൻ മക്കളെ, പെൻറ്റെയിന് ശരിക്കും 3 ഐസോമറിക് ഫോംസ് തന്നെ ഉണ്ട്. ഒന്ന് നോർമൽ പെൻറ്റെയിൻ, ആര് CH3 CH2 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 CH3. ഇതിൻ്റെ പേരാണ് നോർമൽ പെൻറ്റെയിൻ, N-പെൻറ്റെയിൻ. ഓക്കെ, രണ്ടാമത്തെ പെൻറ്റെയിനെ സാറ് വരയ്ക്കട്ടെ മക്കളെ. രണ്ടാമത്തെ പെൻറ്റെയിനെ സാറ് വരയ്ക്കാൻ പോവാൻ, ദാറ്റ് ഈസ് ഐസോപെൻറ്റെയിൻ. അതായത് ഐസോപെൻറ്റെയിൻ CH3 CH3 CH2 CH3 ഐസോപെൻറ്റെയിൻ. ഇതിൻ്റെ പേരെന്താ? ഐസോപെൻറ്റെയിൻ. ഓക്കെ, അങ്ങനെയാണ് മക്കളെ. അടുത്ത സ്ട്രക്ചർ എന്താണെന്നറിയോ? നിയോപെൻറ്റെയിൻ ആണ്. നിയോപെൻറ്റെയിൻ. അതെന്താ നിയോപെൻറ്റെയിൻ? മക്കൾ നോക്കണേ. CH3 CH3 വീണ്ടും ഒരു CH3 വീണ്ടും ഒരു CH3. ഇയാളുടെ പേരാണ് നിയോപെൻറ്റെയിൻ. എന്തോ പെൻറ്റെയിൻ? നിയോപെൻറ്റെയിൻ. ഓക്കെ, അപ്പോൾ പെൻറ്റെയിന് 3 ഐസോമറിക് ചെയിൻസ് ഉണ്ട്, 3 ഐസോമറിക് ഫോംസ് ഉണ്ട് പെൻറ്റെയിന്. ഏതൊക്കെയാ? നോർമൽ പെൻറ്റെയിൻ, സ്ട്രെയിറ്റ് ചെയിൻ പെൻറ്റെയിൻ. ഐസോപെൻറ്റെയിൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലാസ്റ്റ് കാർബണിൽ ഒരു മീഥൈൽ ബ്രാഞ്ചിങ് ഉള്ള പെൻറ്റെയിൻ, സെക്കൻഡ് ലാസ്റ്റ് കാർബണിൽ 2 മീഥൈൽ ബ്രാഞ്ചിങ് ഉള്ള പെൻറ്റെയിൻ. അതാണ് നിയോപെൻറ്റെയിൻ. ടോട്ടൽ 5 കാർബണാണ് നിയോപെൻറ്റെയിൻ. റെഡി? ഇനി മക്കളെ, ഇതിനെ മോണോക്ലോറിനേഷൻ ചെയ്യാൻ പോവാണ്. എന്താടാ ഈ മോണോക്ലോറിനേഷൻ എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ലടാ. മോണോക്ലോറിനേഷൻ എന്ന് പറഞ്ഞാൽ ക്ലോറിനേഷൻ ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആണ്, അല്ലെങ്കിൽ ഹീറ്റ് ചെയ്താൽ ഇത് നടക്കും. അപ്പൊ സംഭവിക്കുക എന്താന്ന് ചോദിച്ചാൽ,
ഹൈഡ്രജന് പകരം ഒരു ക്ലോറിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടും. ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കണേ, ഈ കാർബണിന്റെ മുകളിൽ ഒരു ഹൈഡ്രജനെ മാറ്റുക, ക്ലോറിൻ കൊടുക്കുക. ഈ കാർബണിന്റെ മുകളിൽ 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 ഹൈഡ്രജനെ മാറ്റുക, ക്ലോറിൻ കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് എത്ര പ്രോഡക്റ്റ് കിട്ടും എന്നാണ് ചോദ്യം. സോ അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് ഒന്നാമത്തെ കാർബണിൽ നിന്ന് ഹൈഡ്രജനെ മാറ്റിയിട്ട് ക്ലോറിനെ പ്ലേസ് ചെയ്യാം. അപ്പൊ എന്താ ഫോർമുല വരും മക്കൾ പറയും? CH3 CH2 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 Cl. ഇതിന്റെ പേരാ 1-ക്ലോറോപെന്റെയിൻ. അതൊരു പോസിബിൾ പ്രോഡക്റ്റ് ആണ്. ഇനി മക്കളെ, ഈ കാർബണിൽ നിന്ന് ഹൈഡ്രജനെ മാറ്റി ക്ലോറിൻ വരുന്നതിന് പകരം ഈ കാർബണിന്റെ മുകളിൽ ഹൈഡ്രജനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എങ്കിൽ ഏത് പ്രോഡക്റ്റാണ് കിട്ടുക? മക്കൾ പറയണേ, മനസ്സിലാവുന്നില്ലെങ്കിലും പേടിക്കേണ്ട, ഒന്ന് ശ്രദ്ധിച്ചാൽ ക്ലിയർ ആയിക്കോളും. സോ CH3 CH2 CH2 CHCl CHCl CH3. അത് സെയിം പ്രോഡക്റ്റ് ആണോ ഡിഫറെന്റ് പ്രോഡക്റ്റ് ആണോ? ഡിഫറെന്റ് പ്രോഡക്റ്റാ, ബിക്കോസ് ഡിഫറെന്റ് നെയിം ആണ്. ഇതിന്റെ പേര് 2-ക്ലോറോപെന്റെയിൻ, ഇതിന്റെ പേര് 1-ക്ലോറോപെന്റെയിൻ. അടുത്ത പോസിബിലിറ്റി എന്താ? ഈ മൂന്നാമത്തെ കാർബണിലെ ഹൈഡ്രജന് പകരം ക്ലോറിൻ വന്നാൽ എന്താ കിട്ടുന്ന പ്രോഡക്റ്റിന്റെ ഫോർമുല? CH3 CH2 CHCl CH2 CH3. എന്താ അതിന്റെ പേര് മക്കൾ പറയും? 3-ക്ലോറോപെന്റെയിൻ ആണ്. എന്താ ഇയാളുടെ പേര്? 3-ക്ലോറോപെന്റെയിൻ, 2-ക്ലോറോപെന്റെയിൻ, 1-ക്ലോറോപെന്റെയിൻ എന്ന് ചോദിക്കട്ടെ. അപ്പോൾ ഈ കാർബണിന്റെ മുകളിൽ ഹൈഡ്രജന് പകരം ക്ലോറിൻ വന്നാൽ 1-ക്ലോറോപെന്റെയിൻ, ഇവിടെ വന്നാൽ 2-ക്ലോറോപെന്റെയിൻ, ഇതിൽ വന്നാൽ 3-ക്ലോറോപെന്റെയിൻ, എന്നാൽ ഇവിടെ വന്നാലോ എഗെയിൻ 2-ക്ലോറോപെന്റെയിൻ ആണ്, ഇവിടെ വന്നാലോ 1-ക്ലോറോപെന്റെയിൻ ആണ്. അതുകൊണ്ട് ഈ പെന്റെയിനിൽ നിന്ന് 3 പോസിബിൾ പ്രോഡക്റ്റ് ആണ് മോണോക്ലോറിനേറ്റ് ചെയ്താൽ കിട്ടുന്നത്. മോണോക്ലോറിനേഷനിലൂടെ ഈ നോർമൽ പെന്റെയിൻ ഗിവ് 3 ഐസോമെറിക് ഹാലൈഡ്സ്. റെഡിയാണ്? ഇനി മക്കളെ, ഇയാളിലേക്ക് വന്നാൽ ഇയാളിൽ നിന്ന് എത്ര പ്രോഡക്റ്റ് കിട്ടും? ശ്രദ്ധിക്കണം, ഇയാളിൽ നിന്ന് എത്ര പ്രോഡക്റ്റ് കിട്ടും എന്ന് ചോദിച്ചാൽ, ഒന്ന്, ഈ കാർബണിന് ഹൈഡ്രജന് പകരം ക്ലോറിനെ കൊടുത്തോ, ക്ലോറിനേഷൻ ചെയ്യാൻ പോവാണ് ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ്. Hν എന്ന് പറഞ്ഞാൽ ലൈറ്റിന് എനർജിയാണ്. മോണോക്ലോറിനേഷനാ എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രജന് പകരം ക്ലോറിനെ കൊണ്ടുവരാൻ പോവുക. അപ്പോൾ എത്ര പ്രോഡക്റ്റിന് സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഒന്നാമത്തത് CH3 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 എന്ത്? CH2 CH2Cl CH3 CH2Cl. ഇതിൻ്റെ പേരെന്താ? 1 2 3 4 1-ക്ലോറോ 3-മീഥൈൽ ബ്യൂട്ടൈൻ. 1-ക്ലോറോ 3-മീഥൈൽ ബ്യൂട്ടൈൻ, അതാണ് അയാളുടെ പേര്. അടുത്തത്, ഈ കാർബണിന്റെ മുകളിൽ നിന്ന് ഹൈഡ്രജനെ മാറ്റി നോക്കൂ. അപ്പോൾ എന്താ പ്രോഡക്റ്റ് കിട്ടുക? CH3 CH3 CHCl CH3. അപ്പോൾ എന്താ ഇയാളുടെ പേര് മക്കളെ പറഞ്ഞോ? 2-ക്ലോറോ 2-മീഥൈൽ ബ്യൂട്ടൈൻ. ഇപ്പോൾ 2 പ്രോഡക്റ്റ് ആയേ. അടുത്തത്, ഈ കാർബണിന്റെ മുകളിൽ നിന്ന് ഹൈഡ്രജനെ മാറ്റി നോക്കൂ. അപ്പോൾ എന്താ പ്രോഡക്റ്റ് കിട്ടുക? CH3 CCl. അവിടുത്തെ ഹൈഡ്രജന് പകരം ക്ലോറിനെ കൊണ്ടുവന്നാണ്. CH3 CCl CH3 CH2 CH3. ഇയാളുടെ പേരെന്താ? 2-ക്ലോറോ 2-മീഥൈൽ ബ്യൂട്ടൈൻ. ഇത് 1-ക്ലോറോ 3-മീഥൈൽ ബ്യൂട്ടൈൻ. ഇത് 2-ക്ലോറോ 3-മീഥൈൽ ബ്യൂട്ടൈൻ. ഇത് 2-ക്ലോറോ 2-മീഥൈൽ ബ്യൂട്ടൈൻ. ഇനി അടുത്ത പ്രോഡക്റ്റ് ഞാൻ ചോദിക്കാം മക്കളെ, ഏതാണെന്നറിയോ? ഈ കാർബണിന്റെ മുകളിൽ നിന്ന് ഹൈഡ്രജനെ മാറ്റാൻ പോവാണ്. ഈ കാർബണിന്റെ മുകളിൽ ഹൈഡ്രജനെ മാറ്റാൻ പോവാ. അപ്പോൾ എന്താ പ്രോഡക്റ്റ് കിട്ടാൻ പോകുന്നത് നമുക്കൊക്കെ പറയാവോ? യെസ്, CH2Cl CH3 CH2 CH3. എന്താ ഇവന്റെ പേര് മക്കളെ പറഞ്ഞോ? 1-ക്ലോറോ 2-മീഥൈൽ ബ്യൂട്ടൈൻ. അത് ഇവിടെ വന്നിട്ടുണ്ടോ? 1-ക്ലോറോ 3-മീഥൈലായത്. ഇത് 2-ക്ലോറോ 2-മീഥൈലാ. ഇത് 2-ക്ലോറോ 2-മീഥൈലാണ്. ഇത് 1-ക്ലോറോ 2-മീഥൈലാ. സോ വി ഗോട്ട് 4 ഡിഫറെൻറ്റ് പ്രോഡക്ട്സ്. എന്ന് ചോദിക്കട്ടെ, ഈ കാർബണിലെ ഹൈഡ്രജന് പകരം ക്ലോറിനെ കൊണ്ടുവന്നാലും സെയിമാ 1-ക്ലോറോ 2-മീഥൈൽ ബ്യൂട്ടൈൻ. അപ്പോൾ പാരന്റ് ചെയിൻ ഇങ്ങനെയാ പോവുക, പാരന്റ് ചെയിൻ ഇങ്ങനെയാ പോവുക. 1-ക്ലോറോ 2-മീഥൈൽ ബ്യൂട്ടൈൻ തന്നെയാ കിട്ടുക. സോ 4 ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ആണ് ഐസോപെൻറ്റൈനെ മോണോക്ലോറിനേറ്റ് ചെയ്താൽ കിട്ടുന്നത്. അതായത് ഐസോപെൻറ്റൈനുള്ള 5 കാർബൺ ആറ്റങ്ങളിൽ നിന്ന് ഓരോ ഹൈഡ്രജനെ ക്ലോറിൻ ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്താൽ 4 ഡിഫറെൻറ്റ് പ്രോഡക്റ്റ്
കിട്ടും. അഞ്ചാമത്തെ ഈ കാർബണിന്റെ മുകളിൽ റീപ്ലേസ് ചെയ്യുന്നതും ഇവിടുന്ന് റീപ്ലേസ് ചെയ്യുന്നതും ഇക്വലന്റ് ആണ്, ഒരേ പേരുള്ള പ്രൊഡക്റ്റ് ആണ് കിട്ടുക. ഡൗട്ടുള്ളവര് ഇവിടുന്ന് ഹൈഡ്രജനെ മാറ്റി ക്ലോറിനെ കൊടുത്തോ. ഇതാണ് പാരന്റ് ചെയിൻ 1 2 3 4 പേര് 1-chloro-2-methyl butane. അത് തന്നെയാ ഇത് 1-chloro-2-methyl-butane. റെഡി? ഇനി പെൻറ്റെയിൻ്റെ അടുത്തൊരു ഐസോമറിക് ഫോം ആണ് നിയോപെൻറ്റെയിൻ. നിയോപെൻറ്റെയിനിൽ ഈ കാർബണിൽ ഹൈഡ്രജന് പകരം ക്ലോറിനെ കൊടുക്കാൻ അവിടെ ഹൈഡ്രജൻ ഇല്ല. പിന്നെ ആകെ ഹൈഡ്രജൻ ഉള്ള ഈ 3 കാർബണുകളിലാണ്. ഈ കാർബണിലെല്ലാം ശ്രദ്ധിക്കുക, ഈ കാർബണുകളിൽ എവിടെ നിങ്ങൾ ഹൈഡ്രജന് പകരം ക്ലോറിൻ കൊടുത്താലും കിട്ടുന്ന പ്രോഡക്റ്റ് സെയിം ആയിരിക്കും, പേര് സെയിം ആയിരിക്കും. വേണേ ട്രൈ ചെയ്ത് നോക്കിക്കോ. എല്ലാം ഇക്വലൻ്റാ. 4 മീഥൈൽ ഗ്രൂപ്പും ഇക്വലൻ്റ് ആണ്. സോ CH2Cl. എന്താ അതിൻ്റെ പേര്? 1 2 3. പേരെന്താ? 1-chloro-2,2-dimethyl-propane. 1-chloro-2,2-dimethyl-propane. ഇനി അപ്പോൾ ഇവിടെ കൊടുക്കുന്നെങ്കിലോ? ഇവിടെ അല്ല, ഇവിടെ കൊടുത്തെങ്കിലും 1-chloro-2,2-dimethyl-propane. ഇനി ഇവിടെ കൊടുക്കുന്നെങ്കിലോ? അപ്പോഴും 1-chloro-2,2-dimethyl-propane. ഇതായിരിക്കും പാരന്റ് ചെയിൻ. ഇവിടെയാ മാറ്റുന്നെങ്കിൽ ഇതായിരിക്കും പാരന്റ് ചെയിൻ 1-chloro-2,2-dimethyl-propane. റെഡി? പാരന്റ് ചെയിൻ ഇങ്ങനെ എടുത്താലും ഇങ്ങനെ എടുത്താലും ഒന്നും കുഴപ്പമില്ല. റെഡിയാ? ഓക്കെ. അപ്പോൾ ഒരു പ്രോഡക്റ്റേ കിട്ടുന്നുള്ളൂ എന്നർത്ഥം. സോ അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് വന്നോളൂ. എന്താ പറഞ്ഞത്? എമംഗ് ദ ഐസോമറിക് ആൽക്കെയിൻസ് ഓഫ് പെൻറ്റെയിൻ ഐഡന്റിഫൈ ദ വൺ ദാറ്റ് ഓൺ ഫോട്ടോകെമിക്കൽ ക്ലോറിനേഷൻ, എന്ന് പറഞ്ഞാൽ ലൈറ്റിന്റെ പ്രസൻസിലുള്ള ക്ലോറിനേഷൻ ഈൽസ് എ സിംഗിൾ മോണോക്ലോറൈഡ്. അതാണ് നിയോപെൻറ്റെയിൻ. അടുത്തത് 3 ഐസോമറിക് മോണോക്ലോറൈഡ്സ്. അതാണ് നോർമൽ പെൻറ്റെയിൻ. അടുത്തത് 4 ഐസോമറിക് മോണോക്ലോറൈഡ്സ്. അതാണ് ഐസോപെൻറ്റെയിൻ. റെഡി? ഒന്നാമത്തതിൻ്റെ ആൻസർ നിയോപെൻറ്റെയിൻ. രണ്ടാമത്തതിൻ്റെ ആൻസർ ഏതാണ്? രണ്ടാമത്തതിൻ്റെ ആൻസർ നോർമൽ പെൻറ്റെയിൻ. മൂന്നാമത്തതിൻ്റെ ആൻസർ ഐസോപെൻറ്റെയിൻ. റെഡി? 6.5ലേക്ക് വന്നോ. ഡ്രോ ദ സ്ട്രക്ചേഴ്സ് ഓഫ് ദ മേജർ മോണോഹാലോ പ്രോഡക്ട്സ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. ദ സൈക്ലോഹെക്സനോൾ SOCl2 ആയിട്ട് റിയാക്ട് ചെയ്താൽ ഒന്നുമില്ല, OHന് പകരം Cl ആക്കുക. അത്രേ ഉള്ളൂ. ഇതേ സാധനം തന്നെ വരയ്ക്കുന്നു, OHന് പകരം Cl. റെഡി? അടുത്തത് രണ്ടാമത്തതിലേക്ക് വന്നാൽ, രണ്ടാമത്തതിൽ ബ്രോമിനേറ്റ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് ഹീറ്റ് ഓർ UV ലൈറ്റ്. ഫോട്ടോ കെമിക്കൽ ഹാലോജനേഷൻ, നേരത്തെ പറഞ്ഞ സാധനം ഫോട്ടോ ഹാലോജനേഷൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ സംഭവിക്കുക, കാർബണിന്റെ മുകളിൽ ഹൈഡ്രജന് പകരം ബ്രോമിൻ വരിക വേണ്ട. ബ്രോമിനേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ബ്രോമിൻ വരിക വേണ്ട. എവിടെയാ ബ്രോമിൻ വരിക? ശ്രദ്ധിച്ചോ. ഏതാ തന്നിരിക്കുന്ന റിയാക്റ്റൻ്റ്? ആരാണ് തന്നിരിക്കുന്ന റിയാക്റ്റൻ്റ്? ബെൻസീൻ റിങ് CH2CH3, അതിൻ്റെ പാരാ പൊസിഷനിൽ NO2 ഉണ്ട്. ബ്രോമിനേറ്റ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് UV ലൈറ്റ് HU. എടാ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ പെൻറ്റെയിൻ്റെ കേസിൽ പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷനായത് ഇത് അപ്ലിക്കബിൾ ആവുന്ന ആൽക്കെയിനുകളിലാണ്. ബിക്കോസ് ഇതൊരു ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് അതിനെ പറയാം. റാഡിക്കലിന് ഡബിൾ ബോണ്ടിനും ട്രിപ്പിൾ ബോണ്ടിനും സ്റ്റെബിലിറ്റി വളരെ കുറവായതുകൊണ്ട് തന്നെ ആൽക്കെയിനുകളിലാണ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത് സിംഗിൾ ബോണ്ടഡ് കാർബണിലെ ഹൈഡ്രജനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അത്രേ ഉള്ളൂ. സിംഗിൾ ബോണ്ടഡ് കാർബണിലെ ഹൈഡ്രജനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇതും സിംഗിൾ ബോണ്ടഡ് കാർബണാണ്, ഇതും സിംഗിൾ ബോണ്ടഡ് കാർബണാ. അപ്പോൾ ഇവിടെയാണോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, ഇവിടെയാണോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? ബിക്കോസ് ഈ കാർബണിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. കാരണം ഇവിടെ ഫ്രീ റാഡിക്കൽ വന്നാൽ ബെൻസീൻ റിങ്ങുമായി റെസൊണൻസിൽ ഏർപ്പെടാൻ ആ റാഡിക്കലിന് കഴിയും. ഇന്റർമീഡിയറ്റ് കൂടുതൽ സ്റ്റേബിൾ ആവും. ശ്രദ്ധിക്കുക, ബെൻസീൻ റിങ്ങിന്റെ തൊട്ടടുത്തുള്ള കാർബൺ ഉണ്ടല്ലോ, ബെൻസൈലിക് കാർബൺ. ബെൻസൈലിക് കാർബണിൽ ഫ്രീ റാഡിക്കൽ കൂടുതൽ സ്റ്റേബിൾ ആയതുകൊണ്ട് ബെൻസൈലിക് കാർബണിലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക. ദാറ്റ് വിൽ ബി ദ മേജർ പ്രോഡക്റ്റ്. അപ്പൊ എന്താ മക്കളെ ആൻസർ? റിങ് അല്ല, അതുപോലെ തന്നെ എഴുതാം. NO2 കീപ്പ് ചെയ്യുക. ബെൻസൈലിക് കാർബൺ എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിങ്ങിൽ ഡയറക്റ്റ് അറ്റാച്ച് ചെയ്ത sp3 കാർബൺ, അതിൽ ഹൈഡ്രജന് പകരം ബ്രോമിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുക്കോ, എഴുതിക്കോ. റെഡിയാണ്? ഇതാണ് ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നു. അപ്പോൾ ഒന്നാമത്തതിന് ആൻസറായി, രണ്ടാമത്തതിന് ആൻസറായി, മൂന്നാമത്തെ വന്നു. മൂന്നാമത്തെ HCl ഉപയോഗിച്ച് ഹീറ്റ് ചെയ്യാണ്. HCl ഉപയോഗിച്ച് ഹീറ്റ് ചെയ്യുമ്പം OHന് പകരം Cl വരും. ഏത് OH? ഈ OHന്റെ പേര് ഫീനോളിക് OH എന്നാണ്.
ഈ മക്കളെ ഈ OH ഗ്രൂപ്പിന് ഫീനോളിക് ഹൈഡ്രോക്സി ഗ്രൂപ്പാണ്. ഇതാണ് ആൽക്കഹോളിൻ്റെ OH. എന്താ ഫീനോളിൻ്റെ OH ആൽക്കഹോളിൻ്റെ OH തമ്മിൽ വ്യത്യാസം? ഫീനോളിൻ്റെ OH എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ബെൻസീൻ റിംഗിൽ OH വന്നാൽ അതാണ് ഫീനോളിക് OH ഗ്രൂപ്പ്. എന്നാൽ ഡയറക്റ്റ് ബെൻസീൻ റിംഗിൽ OH വന്നിട്ടില്ലെങ്കിൽ അത് ആൽക്കഹോളിക് OH ഗ്രൂപ്പാണ്. അപ്പോൾ ഇത് ആൽക്കഹോളിക് OH ഗ്രൂപ്പാണ് ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ഓൺ അരോമാറ്റിക് റിംഗ്. ബട്ട് ഹിയർ ദിസ് OH ഗ്രൂപ്പ് ഇസ് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ഓൺ അരോമാറ്റിക് റിംഗ്. അപ്പോൾ ഈ OHനെ മാത്രമേ Cl സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുള്ളൂ. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആൽക്കഹോളിനുള്ളതാണ്, ഫീനോളിനുള്ളതല്ല. ആർക്കുള്ളതാണ്? ആൽക്കഹോളിനുള്ളതാണ്, ഫീനോളിനുള്ളതല്ല. അപ്പോൾ നമ്മൾ ആൻസർ ചെയ്യുമ്പം മൂന്നാമത്തതിൻ്റെ ആൻസർ ചെയ്യുമ്പം എന്താ അതിൻ്റെ ആൻസർ വരാൻ പോകുന്നത്? ഫീനോളിക് OH അതുപോലെ തന്നെ നിൽക്കും, ഒരു മാറ്റവും ഇല്ല. എന്നാൽ ആൽക്കഹോളിക് OH CH2OH പകരം CH2Cl ആയിട്ട് മാറും. അത്ര പരിപാടിയുള്ളൂ. റെഡി? റെഡിയാണല്ലോ? ഓക്കെ. അപ്പോൾ അതും ആൻസർ ചെയ്തു. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഈ ഒരു കോമ്പൗണ്ടിലേക്ക് HI ആഡ് ചെയ്യാൻ പോവാണ്. ഈ ഒരു 1-methyl cyclohexeneലേക്ക് HI ആഡ് ചെയ്താൽ ഏത് പ്രോഡക്റ്റ് ഉണ്ടാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കാം. ഓക്കെ ആണല്ലോ? ആരിലേക്കാണ്? 1-methyl cyclohexene ആണ്. ഇയാളാണ്. മക്കളെ HI എന്ന് പറയുമ്പോൾ അതിലുള്ളത് H+ഉം I-ഉം. മാർക്കോണിക്കോഫ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് ആഡ് ചെയ്യാനേ ഉള്ളൂ. മക്കളെ ഈ കാർബണിൻ്റെ മുകളിൽ ഇത് കാർബണാണ്, ഇതും കാർബണാണ്. ഈ കാർബണിൻ്റെ മുകളിൽ 1, 2, 3 ബോണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. ബോണ്ട് ലൈൻ ഹൈഡ്രജനെ കാണിക്കൂല. അതുപോലെ ഈ കാർബണിൻ്റെ മുകളിൽ 1, 2, 3, 4 ബോണ്ട് ഓൾറെഡി ഉണ്ട്. ദർ ഇസ് നോ ഹൈഡ്രജൻ. അപ്പോൾ ഹൈഡ്രജൻ കുറഞ്ഞ കാർബണിലേക്ക് നെഗറ്റീവ് പാർട്ട് ജോയിൻ ചെയ്യുക, മറ്റിടത്തിലേക്ക് പോസിറ്റീവ് പാർട്ടും ജോയിൻ ചെയ്യുക, ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുക. അപ്പോൾ എന്താ പ്രോഡക്റ്റ്? ഹൈഡ്രജൻ കുറഞ്ഞ കാർബണിലേക്ക്, അതായത് മീത്തൈൽ അറ്റാച്ച് ചെയ്ത ഓൾറെഡി മീത്തൈൽ അറ്റാച്ച് ചെയ്ത കാർബണിലേക്ക് I- ചേർക്കുക, മറ്റിടത്തിലേക്ക് ഹൈഡ്രജനെ ചേർക്കുക. ബോണ്ട് ലൈൻ ഫോർമുലയിൽ ഹൈഡ്രജനെ കാണിക്കില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത്. റെഡി ആണല്ലോ? സോ ദിസ് ഇസ് ദ ആൻസർ. ഓക്കെ. അപ്പോൾ അതുമായി അടുത്ത ചോദ്യത്തിലേക്ക് വന്നാൽ CH3CH2Br NaI ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ ആണ്. Br മാറ്റുക, I കൊടുക്കുക, ആൻസർ ആയി. റെഡി. അടുത്തത് ഇയാളെ ബ്രോമിനേറ്റ് ചെയ്യാൻ പോവുക ഇൻ പ്രസൻസ് ഓഫ് UV ലൈറ്റ്. എഗെയിൻ ഇത് അലൈലിക് സബ്സ്റ്റിറ്റ്യൂഷനാണ് നടക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ബ്രോമിൻ ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. സിംഗിൾ ബോണ്ടഡ് കാർബണിലെ ഹൈഡ്രജനാണ് റീപ്ലേസ്ഡ് ആവുക. ഇത് സിംഗിൾ ബോണ്ടഡ് കാർബണാണ്, ഇത് സിംഗിൾ ബോണ്ടഡ് കാർബണാണ്, ഇത് സിംഗിൾ ബോണ്ടഡ് കാർബണാണ്, ഇതും സിംഗിൾ ബോണ്ടഡ് കാർബണാണ്. ഇതിലേതെങ്കിലും ഒരു സിംഗിൾ ബോണ്ടഡ് കാർബണിലെ ഹൈഡ്രജന് പകരം Br കൊണ്ടുവരണം. എവിടെ കൊണ്ടുവരണം എന്നറിയോ? ഡബിൾ ബോണ്ടിന്റെ തൊട്ടടുത്തുള്ള കാർബണിൽ കൊണ്ടുവരണം. നേരത്തെ ബെൻസീൻ റിംഗിന്റെ തൊട്ടടുത്തുള്ള കാർബണെ നമ്മൾ ബെൻസൈലിക് കാർബൺ എന്ന് പറഞ്ഞു. ബെൻസൈലിക് കാർബണിൽ ഫ്രീ റാഡിക്കൽ ഹൈലി സ്റ്റേബിൾ ആണ് എന്ന് പറയും പോലെ അല്ലൈലിക് കാർബണിലും ഫ്രീ റാഡിക്കൽ കൂടുതൽ സ്റ്റേബിൾ ആണ്. ഈ പൊസിഷനിൽ ഫ്രീ റാഡിക്കൽ വന്നാൽ ദാറ്റ് വിൽ ബി സ്റ്റെബിലൈസ്ഡ് ത്രൂ റെസൊണൻസ്. റെസൊണൻസിലൂടെ റാഡിക്കൽ സ്റ്റെബിലൈസ് ചെയ്യപ്പെടും. അതുകൊണ്ട് ഇന്റർമീഡിയറ്റ് കൂടുതൽ സ്റ്റേബിൾ ആണെങ്കിലാണ് റിയാക്ഷൻ എളുപ്പം സാധ്യമാവുക. മോർ സ്റ്റേബിൾ പ്രോഡക്റ്റ് സ്റ്റേബിൾ ഇന്റർമീഡിയറ്റ്സിലൂടെയാണ് ലഭ്യമാവുന്നത്. സോ അതുകൊണ്ട് തന്നെ ഏതാ ഇവിടുത്തെ പ്രോഡക്റ്റ്? ഇവിടെ തന്നെ എഴുതാവുന്നേ ഉള്ളൂ. ഒന്നുമില്ല എന്നല്ല, ചെറുതായിട്ടുണ്ട്. എന്താ ഓക്കെ, അവിടെ Br കൊടുത്താൽ മതി. ഡബിൾ ബോണ്ടൊന്നും പൊട്ടില്ല. റെഡി? ഇനി മക്കളെ ഇവിടെ ഇങ്ങനെയൊന്നും ഇല്ലാതെ ബ്രോമിൻ CCl4 എന്നായിരുന്നെങ്കിൽ ഡബിൾ ബോണ്ട് പൊട്ടിച്ചിട്ട് 2 Br ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. അതുകൂടെ മനസ്സിലായിക്കോളൂ. കൂടെ റെഡിയാണ്. യെസ്. അപ്പോൾ 6.5 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ 6.6 ആണ്. അറേഞ്ച് ഈച്ച് സെറ്റ് ഓഫ് കോമ്പൗണ്ട്സ് ഇൻ ഓർഡർ ഓഫ് ഇൻക്രീസിംഗ് ബോയിലിംഗ് പോയിന്റ്സ്. മക്കളെ ബോയിലിംഗ് പോയിന്റുമായി ബന്ധപ്പെട്ട ആദ്യ പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോളിക്കുലർ വെയിറ്റ്.
ബോയിലിംഗ് പോയിന്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോളിക്കുലർ വെയിറ്റ്. ആരൊക്കെ അവിടുത്തെ തന്നിരിക്കുന്ന ആളുകൾ ബോയിലിംഗ് പോയിന്റ് ഓർഡർ ചെയ്താൽ പറഞ്ഞ ആളുകൾ? ബ്രോമോമീഥൈൻ, ബ്രോമോഫോം, ക്ലോറോമീഥൈൻ, ഡൈബ്രോമോമീഥൈൻ. അപ്പോൾ ആദ്യം ഓരോരുത്തർ എഴുതാം. ബ്രോമോമീഥൈൻ എന്ന് പറഞ്ഞാൽ CH3Br. 2 ബ്രോമോഫോം. ബ്രോമോഫോം എന്ന് പറഞ്ഞാൽ CHBr3. അടുത്തത് ക്ലോറോമീഥൈൻ എന്ന് പറഞ്ഞാൽ CH3Cl. ഓക്കെ. അടുത്തത് ഡൈബ്രോമോമീഥൈൻ ആണ്. ഡൈബ്രോമോമീഥൈൻ എന്ന് പറഞ്ഞാൽ CH2Br2. ഞാനിതിന് A എന്നും ഇത് B എന്നും ഇത് C എന്നും ഇത് D എന്നും എഴുതി, എൻ്റെ സൗകര്യത്തിന് എഴുതുകയാണ്. റെഡി മക്കളെ? മോളിക്കുലർ വെയിറ്റ് കൂടിയ ബോയിലിംഗ് പോയിന്റ് കൂടും, അത്രേ ഉള്ളൂ. നമ്മുടെ ഹാലജൻസ് ആരൊക്കെയായിരുന്നു? ഫ്ലൂറിന്, ക്ലോറിന്, ബ്രോമിന്, അയഡിൻ. ഫ്ലൂറിൻ്റെ അറ്റോമിക് വെയിറ്റ് 19 AMU ആണ്. ക്ലോറിൻ്റെത് 35.5 AMU ആണ്. ബ്രോമിൻ്റെത് 80 AMU ആണെങ്കിൽ അയഡിൻ്റെത് 127 AMU ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഒരു അയഡിൻ ആറ്റം എന്ന് പറയുന്നത് 10 കാർബൺ ആറ്റത്തിനേക്കാൾ വെയിറ്റ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഹാലജൻ വരുമ്പോൾ വെയിറ്റ് മാറുന്നു മനസ്സിലാക്കുക. സോ ഇവിടെ ഒരു ബ്രോമിൻ ഉണ്ട്, ഇവിടെ 3 ബ്രോമിൻ ഉണ്ട്, ഇവിടെ 1 ക്ലോറിൻ ഉണ്ട്, 2 ബ്രോമിൻ ഉണ്ട്. ഏതിന് ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉണ്ടാവുക? 3 ബ്രോമിനുള്ള ഓപ്ഷൻ ബിക്കാണ് വെയിറ്റ് കൂടുതൽ, അതിനാണ് ബോയിലിംഗ് പോയിന്റ് കൂടുതൽ. പിന്നെ 2 ബ്രോമിനുള്ള ഓപ്ഷൻ ഡിക്ക് വരും. അത് കഴിഞ്ഞാൽ 1 ബ്രോമിനുള്ള എ വരും. അത് കഴിഞ്ഞാൽ ക്ലോറിനുള്ള സി വരും. ജസ്റ്റ് നോക്കിയാൽ തന്നെ കിട്ടും, അല്ലാതെ മോളിക്കുലർ വെയിറ്റ് കണ്ടെത്താൻ പോകേണ്ട കാര്യമൊന്നുമില്ല. ബ്രോമിൻ്റെ വെയിറ്റ് അത്രയും കൂടുതലാണ് ക്ലോറിനേക്കാൾ, അത്ര തന്നെ. അപ്പോൾ തന്നെ ആൻസറിലേക്ക് എത്താവുന്നേ ഉള്ളൂ. റെഡിയാ? സോ ഇതാണ് ബോയിലിംഗ് പോയിന്റിന്റെ ഡിക്രീസിങ് ഓർഡർ എന്ന് പറയുന്നത്. ഇൻക്രീസിങ് ഓർഡറിലാണ് ഇതാ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ നേരെ റിവേഴ്സ് ചെയ്ത് എഴുതിയാൽ മതി. അടുത്ത 1 ക്ലോറോപ്രൊപ്പൈൻ, ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡ്, 1 ക്ലോറോബ്യൂട്ടൈൻ. 1 ക്ലോറോപ്രൊപ്പൈനും ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡും 1 ക്ലോറോബ്യൂട്ടൈനുമാണ്. അതാരാ 1 ക്ലോറോപ്രൊപ്പൈൻ എന്ന് പറഞ്ഞാൽ? CH3, CH2, CH2Cl. ഇതാണ് 1. എ എന്ന് എഴുതാം. അടുത്ത സെറ്റിലാണ് ബി, ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡ്. മക്കളെ ഈ ഗ്രൂപ്പിനെയാണ് ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ് എന്ന് പറയും. പ്രൊപ്പൈൽ ക്ലോറൈഡ്, ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡ്. സി ബ്യൂട്ടൈൽ ക്ലോറൈഡ്, 1 ക്ലോറോബ്യൂട്ടൈൻ. 1 ക്ലോറോബ്യൂട്ടൈൻ എന്താ 1 ക്ലോറോബ്യൂട്ടൈൻ എന്ന് പറഞ്ഞാൽ? CH3, CH2, CH2, CH2Cl. ഇതാണ് 1 ക്ലോറോബ്യൂട്ടൈൻ. ഇതിലാർക്കാ വെയിറ്റ് കൂടുതൽ? ഇത് 3 കാർബൺ, ഇത് 4 കാർബൺ, ഇത് 3 കാർബൺ. ക്ലോറിൻ തന്നെ അല്ലാത്തിനും. അപ്പോൾ ഇതിൽ ഏറ്റവും വെയിറ്റ് ഉള്ളത് സിക്കാണ്. ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കൂടുതൽ സിക്കാണ്, ഡൗട്ടില്ല. ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസിങ് ഓർഡറിലായിരുന്നു കേട്ടോ. ആൻഡ് ഇനി അടുത്തത് എക്കാണോ ബിക്കാണോ ബോയിലിംഗ് പോയിന്റ്? മക്കളെ എയും ബിയുടെ പ്രത്യേകത, ദേ ആർ ഐസോമേഴ്സ്. അവരുടെ മോളിക്കുലർ ഫോർമുല സെയിം ആണ്. ഐസോമറിക് ഫോംസ് തന്നാൽ ബോയിലിംഗ് പോയിന്റ് കമ്പയർ ചെയ്യാൻ നിങ്ങൾ പഠിക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. ബോയിലിംഗ് പോയിന്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബ്രാഞ്ചിങ്. കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും. അൺബ്രാഞ്ചിനാണ് ബോയിലിംഗ് പോയിന്റ് കൂടുതൽ. സോ അൺബ്രാഞ്ചഡ് ആരാ? എ ആണ്. ഇത് ബ്രാഞ്ച് ഉണ്ട്, ബോയിലിംഗ് പോയിന്റ് കുറയും, അത്രേ ഉള്ളൂ. ബ്രാഞ്ചിങ് കൂടിയാൽ ബോയിലിംഗ് പോയിന്റ് കുറയും. സോ ബിക്കാണ് ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കുറവ്, ദെൻ അൺബ്രാഞ്ചഡ് എ. റെഡിയാ? സോ ദിസ് ഇസ് ഓർഡർ ഓഫ് ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ നമ്മൾ 6.6 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ 2 ക്വസ്റ്റ്യനും ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. റെഡിയാണ്? സോ ഇതിലിനി വരുന്നത് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വേണ്ടത് ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. യെസ്, 6.7. When an alkyl halide from the which alkyl halide from the following pairs would you expect to react more rapidly by SN2 mechanism? Explain your answer. SN2 വഴിയാണ്. അപ്പോൾ ഈ പെയറിൽ ആരാ SN2 മോർ റിയാക്റ്റീവ്? ഇത് പ്രൈമറി ഹാലൈഡും ഇത് സെക്കൻഡറി ഹാലൈഡും ആരാ മോർ റിയാക്റ്റീവ്? പ്രൈമറി ഹാലൈഡ് ഒന്നാമത്തെ. അടുത്ത സെറ്റ് നോക്കി നോക്ക്. ഇത് സെക്കൻഡറി ഹാലൈഡും ഇത് ടെറിഷറി ഹാലൈഡും ആണ്. ടെറിഷറി എന്ന് പറഞ്ഞാൽ ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബൺ 3 കാർബണിലേക്ക് ബോണ്ട് ചെയ്തു. ടെറിഷറി ഹാലൈഡ്, സെക്കൻഡറി ഹാലൈഡ് ആരാ മോർ റിയാക്റ്റീവ് ടുവേർഡ്സ് SN2? സെക്കൻഡറി ഹാലൈഡ് ആണ്. ഇനി ഇതും പ്രൈമറിയാണ്, ഇതും പ്രൈമറിയാണ്. ബട്ട് ഈ പ്രൈമറിയിൽ ബ്രാഞ്ചിങ് രണ്ടാമത്തെ കാർബണിലാണ്.
ഈ പ്രൈമറിയിൽ ബ്രാഞ്ചിങ് മൂന്നാമത്തെ കാർബണിലാണ്. സോ ബ്രാഞ്ചിങ് ഹാലോജൻ ആറ്റത്തിലേക്ക് ക്ലോസർ ആയിട്ട് വരുമ്പോൾ സ്റ്റെറിക് ക്രൗഡിങ് കൂടും, റിയാക്ടിവിറ്റി കുറയും. സ്റ്റെറിക് ഇൻട്രൻസ് കൂടും, റിയാക്ടിവിറ്റി കുറയും. സോ ബ്രാഞ്ചിങ് ക്ലോസർ ആകുമ്പോൾ റിയാക്ടിവിറ്റി കുറയും, ബ്രാഞ്ചിങ് അകന്നു നിന്ന റിയാക്ടിവിറ്റി കൂടും. സോ റിയാക്ടിവിറ്റി ഇതിനാണ്. റെഡി? ഇനി in the following pairs of halogen compounds which compound undergoes faster SN1 reaction? നോക്കുക, ഇതില് തേർഡ് ബ്യൂട്ടൈൽ ക്ലോറൈഡാ, ടെറിഷറിയാ, കാരണം കാർബൺ 3 കാർബണിലേക്ക് ബോണ്ടഡാ. എന്നാൽ ഇവിടെ കാർബൺ 2 കാർബണിലേക്ക് കൊടുത്ത് സെക്കൻഡറി, ഇത് ടെറിഷറി. ഏതാ മോർ റിയാക്റ്റീവ് ടുവേർഡ്സ് SN1? ടെറിഷറിയാ. അടുത്ത സെറ്റ് നോക്കുക, ഇത് സെക്കൻഡറി ആണ്, ഇത് സെക്കൻഡറി, ഇത് പ്രൈമറിയോ. ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബൺ 1 കാർബണിലാണ് ബോണ്ട് ചെയ്ത്, ഹാലജൻ അറ്റാച്ച് ചെയ്ത കാർബൺ 2 കാർബണിൽ ബോണ്ടഡാ, ഇത് സെക്കൻഡറി, ഇത് പ്രൈമറി. SN1 ആ, അപ്പോൾ സെക്കൻഡറിയാ മോർ റിയാക്റ്റീവ്. അപ്പോൾ നമ്മുടെ പോയിന്റ് ഇത്രേ ഉള്ളൂ. SN1 ടെറിഷറി ഗ്രേറ്റർ ദൻ സെക്കൻഡറി ഗ്രേറ്റർ ദൻ പ്രൈമറി, SN2 നേരെ തിരിച്ച്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കും. ഐഡന്റിഫൈ ABCDER and R' in the following reactions. അവിടെ സൈക്ലോഹെക്സൈൽ ബ്രോമൈഡ് മെഗ്നീഷ്യായിട്ട് ട്രീറ്റ് ചെയ്താൽ അതിൻ്റെ ഗ്രിഗ്നാർഡ് റിയേജന്റ് ഉണ്ടാവും, ആൻഡ് അതിനെ വാട്ടറായിട്ട് റിയാക്ട് ചെയ്താലുള്ളത് ആദ്യത്തെ കേസ് ചോദിച്ചാൽ നമുക്ക് നോക്കാം. നോക്കണേ, ശ്രദ്ധിക്കണം. സൈക്ലോഹെക്സൈൽ ബ്രോമൈഡ് മെഗ്നീഷ്യുമായിട്ട് റിയാക്ട് ചെയ്യുന്നു ഇൻ ഈതർ മീഡിയം, ദാറ്റ് ടേൺസ് ടു ഗ്രിഗ്നാർഡ് റിയേജന്റ്. സൈക്ലോഹെക്സൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ്, ഇയാൾ വാട്ടറായിട്ട് റിയാക്ട് ചെയ്താൽ എന്താ? വാട്ടർ എന്ന് പറഞ്ഞാൽ HOH ആണ്. വാട്ടറായിട്ട് റിയാക്ട് ചെയ്താൽ ഈ സൈക്ലോഹെക്സൈൽ കാർബാനിയോൺ എന്ന സാധനം അതിലുള്ള, പിന്നെ Mg2+ Br- ആണ്. ഇയാൾ ഈ അസിഡിക് ഹൈഡ്രജനെ ന്യൂട്രലൈസ് ചെയ്യും, അസിഡിക് ഹൈഡ്രജനെ ക്യാച്ച് ചെയ്യും, ആൻഡ് ഇറ്റ് ടേൺസ് ടു സൈക്ലോഹെക്സെയിൻ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ എയും ബിയും ആയി. സൈക്ലോഹെക്സൈൽ മെഗ്നീഷ്യം ബ്രോമൈഡും സൈക്ലോഹെക്സെയിനുമാണ് എയും ബിയും. ഇനി RBr ഏതൊരു ആൽക്കൈൽ ആലൈഡ് മെഗ്നീഷ്യുമായി ട്രീറ്റ് ചെയ്തു, യു ഗോട്ട് ഗ്രിഗ്നാർഡ് റിയേജന്റ്. അതിനെ ഹൈഡ്രോളൈസ് ചെയ്യും, ഹെവി വാട്ടർ ഉപയോഗിച്ച് ഹൈഡ്രോളൈസ് ചെയ്തപ്പോൾ Hന് പകരം D വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഐസോപ്രൊപ്പൈനാണ് കിട്ടിയിട്ടുള്ളത്, സോറി പ്രൊപ്പൈനാണ് കിട്ടിയിട്ടുള്ളത്. പ്രൊപ്പൈനിൽ രണ്ടാമത്തെ കാർബണിൻ്റെ മുകളിൽ Hന് പകരം D വന്നു എന്നുള്ളത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ ഇതാണ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ സി ആരാണ്? ഐസോപ്രൊപ്പൈൽ മെഗ്നീഷ്യം ബ്രോമൈഡാ. ഈ ആൽക്കൈൽ ഗ്രൂപ്പുള്ള പ്രൊപ്പൈൽ ബ്രോമൈഡ് ഏതാത്? CH3 CH MgBr CH3. ഇയാളെ D2O ഉപയോഗിച്ച് ഹൈഡ്രോളൈസ് ചെയ്ത, D2O എന്ന് പറഞ്ഞാൽ H2O തന്നെയാണ്. Hന് പ്രോട്ടിയത്തിന് പകരം ഡ്യൂട്ടീരിയം, ഹൈഡ്രജൻ ഐസോട്ടോപ്പാ. അപ്പോൾ MgBr മാറിയിട്ട് പകരം ഒരു D ഇവിടേക്ക് വരും. അതാണ് അവർ പ്രൊഡക്റ്റായിട്ട് തന്ന്. സോ ഇതാണ് നമ്മുടെ ആ ക്വസ്റ്റ്യനിൽ C ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ആൾ. ഐസോപ്രൊപ്പൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ് എന്ന് പറയും. ഓക്കെ, ഐസോപ്രൊപ്പൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ് ഹെവി വാട്ടർ ഉപയോഗിച്ച് ഹൈഡ്രോളൈസ് ചെയ്തപ്പോഴാണ് പ്രൊപ്പൈൻ കിട്ടിയിട്ടുള്ളത്. ഇനി ഇയാൾ ആരുമായിട്ട് മെഗ്നീഷ്യമായിട്ട് ട്രീറ്റ് ചെയ്തപ്പോഴാണല്ലോ ഈ ഐസോപ്രൊപ്പൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ് കിട്ടിയത്. അപ്പോൾ ഇയാൾ ആരാണ്? RBr ആരാണ്? ഐസോപ്രൊപ്പൈൽ ബ്രോമൈഡാണ്. RBrൽ ആരാണ്? ഐസോപ്രൊപ്പൈൽ ബ്രോമൈഡാ. CH3 CHBr CH3നെ മെഗ്നീഷ്യമായിട്ട് ട്രീറ്റ് ചെയ്തു നീതർ മീഡിയം, അപ്പോഴാണ് ഈ ഗ്രിഗ്നാർഡ് റിയേജന്റ് കിട്ടിയിട്ടുള്ളത്. സോ ഈ R ഗ്രൂപ്പ് ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പാണ്. ഏത് R ഗ്രൂപ്പ്? ഇതിൽ ഈ R ഒന്ന് റെപ്രസെന്റ് ചെയ്ത് R മാർക്ക് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. സോ R എന്ന് പറയുന്ന ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പാണ്. റെഡി? അപ്പോൾ അത്രയായി കഴിഞ്ഞു. ഇനി ഇതിൽ പറയുന്ന കാര്യം, ഏതോ ഒരു ആൽക്കൈൽ ആലൈഡിനെ സോഡിയം ബാർ ഈതറായിട്ട് ട്രീറ്റ് ചെയ്തപ്പോൾ യു ഗോട്ട് ദിസ് ആൽക്കൈൻ, വുഡ്സ് റിയാക്ഷനാണ്. അപ്പോൾ ഏതാണ് ഇവിടുത്തെ R' X എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ R' എന്തായിരിക്കും? തേർഡ് ബ്യൂട്ടൈലാണ്. എന്താ തേർഡ് ബ്യൂട്ടൈൽ? നോക്കൂ, ഇയാളെ സോഡിയം ബാർ ഡ്രൈ ഈതറായിട്ട് ട്രീറ്റ് ചെയ്താലാണ് ആരെ കിട്ടുക? CH3 CCH3 CH3 CCH3 CH3 കിട്ടുക. യഥാർത്ഥത്തിൽ ഇത് മൈനർ ക്വാണ്ടിറ്റിയിലേക്ക് കിട്ടുള്ളൂ കേട്ടോ. NCERT അത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയ ശരിക്കും ഇത് റിപ്പൾഷൻ കാരണം മേജർ പ്രോഡക്റ്റ് ഐസോബ്യൂട്ടീനുമാണ് ഈ കേസിൽ. തൽക്കാലം നിങ്ങൾ ഇത് എഴുതിയാൽ മതി. അപ്പോൾ എന്തായാലും ഇതാണ് തേർഡ് ബ്യൂട്ടൈൽ ഹാലൈഡ് സോഡിയം ബാർ ഡ്രൈ ഈതറായി ട്രീറ്റ് ചെയ്താൽ ദിസ് ഇസ് ദ പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റ് അവർ തന്നിട്ട് ഇത് ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദിച്ചത്. അപ്പോൾ തേർഡ് ബ്യൂട്ടൈൽ ഗ്രൂപ്പാണ് അവിടുത്തെ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ R'
തേർഡ് ബ്യൂട്ടൈലാണ്. അത് മെഗ്നീഷ്യമായി ട്രീറ്റ് ചെയ്താൽ തേർഡ് ബ്യൂട്ടൈൽ മെഗ്നീഷ്യം ഹാലൈഡ് ആവും. ഹൈഡ്രോളൈസ് ചെയ്താൽ എന്താ കിട്ടുക നമുക്കൊന്ന് നോക്കാം. ഇത്രേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ ആൽക്കൈൽ ഗ്രൂപ്പ് ആരാണ്? തേർഡ് ബ്യൂട്ടൈൽ ഹാലൈഡ്. തേർഡ് ബ്യൂട്ടൈൽ ഹാലൈഡിനെ മെഗ്നീഷ്യമായിട്ട് ട്രീറ്റ് ചെയ്താൽ ദാറ്റ് ടേൺസ് ടു ഗ്രിഗിനാർഡ് റിയേജൻറ്റ്. CS3 CS3 MgBr വരും. ഓക്കെ, ഇതിനെ ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടറായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ MgBr പോയിട്ട് പകരം അവിടെ H വരും. അപ്പോൾ CS3 CH CH3 CS3 2-methyl propane അല്ലെങ്കിൽ ഐസോബ്യൂട്ടൈൻ തന്നെ പറയാം. 2-methyl propane ഓർ ഐസോബ്യൂട്ടൈൻ. ഇവർ രണ്ടും ആരാ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ മാർക്ക് ചെയ്ത്? ഡിയും ഇയും ആണ്. ഡിയും ഇയും ആർ ഡാഷും കിട്ടി. ആർ ഡാഷ് തേർഡ് ബ്യൂട്ടൈൽ ഗ്രൂപ്പ്. ഡിയും ഇയും എന്താണ്? ഡി ഇതാണ്, ഇ ഇതാണ്. ആർ ഐഡന്റിഫൈ ചെയ്തു, ആർ ഡാഷ് ഇതാണ് ആർ ഡാഷ്. ഓക്കെ, സോ എല്ലാ ഗ്രൂപ്പ്സും നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു മക്കളെ. അപ്പോൾ ഞാനിവിടെ 6.9 ആകെ 9 ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ളത്. സോ അതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. എല്ലാ ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യനും കഴിഞ്ഞു. ലാസ്റ്റ് സമ്മറി നിങ്ങൾക്ക് കാണാം. സോ എല്ലാ NCERT ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസും ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏത് ചാപ്റ്ററിലാണ് നിങ്ങൾക്ക് മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ട് ആവശ്യമുള്ളത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എല്ലാവരും ഈ തരത്തിലുള്ള ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലൂടെ ഒക്കെ കടന്നു പോവുക. എക്സാം ഒരിക്കലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ല. അതെല്ലാം ചെയ്ത് പഠിച്ചാൽ ഫുൾ മാർക്ക് നമുക്ക് അടിച്ചെടുക്കാം. ഓക്കെ, താങ്ക് യു ആൾ.